സിമ്പിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഓഫീസ് മേക്കപ്പ് ലുക്ക് മിനിമൽ പ്രോഡക്ട്സ് കൊണ്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്ന പോലെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തതിന് ശേഷം മേക്കപ്പിലേക്ക് പോവുക. ഡെയിലി ബേസിസിൽ ഞാൻ പ്രൈമർ ഇടാറില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുമില്ല പ്രൈമർ ഇടണ്ട. ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു സ്കിൻ ടിൻറ്റിലോട്ട് പോവാം. ഇത് റീസെൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്കിത് കാണാം. ഈ ലോറിയലിൻ്റെ ഈ ഒരു ടിൻറ്റഡ് സീറം, ഇതിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ 6 to 7 ടാൻ എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ പോകുമ്പോൾ ഈ ഒരു സിറം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഒന്നുകിൽ നിങ്ങൾക്കിത് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, ഞാൻ കൈ കൊണ്ടും അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് സിറമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണം, കയ്യിലാക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രഷ് കൊണ്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരിക്കലും ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യല്ല. ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഫുള്ള് ബ്യൂട്ടി ബ്ലെൻഡറിലായി പോകും. ബ്രഷ് കൊണ്ട് സിമ്പിളാണ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് അതങ്ങ് സ്പ്രെഡായി സ്കിന്നിൽ നന്നായിട്ടങ്ങ് അബ്സോർബ് ആവും. ബ്രഷ് ഇല്ലാത്തവർ കൈ കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. സോ ഞാൻ ബ്രഷും യൂസ് ചെയ്തു, കൈയും യൂസ് ചെയ്തു. നമ്മുടെ ഒരു ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇത്രയും മതി. ഇതിൽ കൂടുതൽ ഇനി ബേസ് മേക്കപ്പ് ചെയ്യാൻ പോലും നമ്മുടെ ക്ലൈമറ്റിൽ ഡെയിലി യൂസിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ആണ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഐബ്രോ ജെൽ എടുത്തു. നിങ്ങളൊരു ബിഗിനറാണ്, ഐബ്രോ ജെല്ല് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്താൽ മതി. ഈ മാഴ്സിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഞാൻ എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എനിക്ക് ഈ ഐബ്രോ ജെല്ലും കൊണ്ട് എൻ്റെ ഐബ്രോസ് ഇങ്ങനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുന്ന ഇഷ്ടം. നിങ്ങൾക്കിങ്ങനെ ഐബ്രോ ജെല്ല് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂളി ബ്രഷ് കൊണ്ട് അതിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നോക്ക്, ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടോ? വന്നിട്ട് ഐസാണ്. ഐസ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക കുറച്ച് സിമ്പിളാക്കി നിർത്തുന്നതാണ് നല്ലത്. കാജലൊന്നും അധികം അപ്ലൈ ചെയ്യാത്തതായിരിക്കും നല്ലത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഐ മേക്കപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഐ മേക്കപ്പ് കാണിച്ചു തരാം. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, എപ്പോഴും കണ്ട് മടുത്ത് കാണും. ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ്, ഇങ്ങനെ വരുന്ന ഒരു ഷെയ്ഡ് ഐ ഷാഡോ എടുത്ത് ഐലിഡ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. മൊത്തത്തിൽ അങ്ങ് അപ്ലൈ ചെയ്യുവേ. ബ്രഷ് തന്നെ വേണമെന്നൊന്നുമില്ല, കൈ കൊണ്ടെടുത്ത് അപ്ലൈ ചെയ്താലും മതി. അതിനുശേഷം ഒരു കാജലെടുക്കും, അതിങ്ങനെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കും. കണ്ടോ, ഇങ്ങനെ ലൈറ്റായിട്ട് വരയ്ക്കും. കൈ കൊണ്ട് തന്നെ സ്മഡ്ജ് ചെയ്യും. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ട് നേരത്തെ എടുത്ത ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ ഒരു ഡാർക്ക് ഈ ഒരു ഷെയ്ഡ്, കുറച്ചൊരു ബ്രൗൺ ആയിട്ട് വരുന്നൊരു ഷെയ്ഡ്, ആ ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യും. ഓക്കെ, കാജൽ കുറച്ചും കൂടെ ഡാർക്കർ ആക്കണമെന്ന് തോന്നി ഞാൻ കുറച്ചും കൂടെ കാജൽ ഇങ്ങനെ ലാഷസിനോട് ചേർത്ത് വരച്ചിട്ട് ഒന്നിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റായിട്ട് മസ്കാരയും വേണം. സോ ഒരു മസ്കാര നന്നായിട്ട് ഐലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു ഐ ലുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു അൺകംഫർട്ടബിലിറ്റിയും വരത്തില്ല. ഇത് ഇങ്ങനെ തന്നെ വൈകുന്നേരം വരെ ഇരുന്നോളൂ. കാജലൊക്കെ സ്പ്രെഡായി പോകുന്നോ സ്മഡ്ജായി പോകും അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. ഇതൊന്നും പറ്റൂല, പക്ഷെ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഐ ലുക്കും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബ്ലഷിലോട്ട് പോകാം. എനിക്കിഷ്ടം ഒരു ഗ്ലോയി ബ്ലഷാണ്. അതിന് ഞാൻ മേബിലിൻ്റെ ഈ സൺ കിസ്സറിൻ്റെ ബ്ലഷ് ഈ ഒരു ഷെയ്ഡും ഈ സൺ കിസ്സർ ബ്ലഷ് പ്ലസ് ഹൈലൈറ്ററിൻ്റെ ഈ ഒരു ഷെയ്ഡും, ഇത് ബ്ലഷായിട്ട് വർക്ക് ചെയ്യത്തില്ല, എനിക്ക് ഹൈലൈറ്ററായിട്ട് വർക്ക് ചെയ്യും. സോ രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യും. ഇതിവിടെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ ഹൈലൈറ്ററും കൂടെ അപ്ലൈ ചെയ്യും. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യും. ഹൈലൈറ്ററിൻ്റെ ആ ഒരു ഗ്ലോയും പിന്നെ ബ്ലഷും നല്ല ഭംഗിയാണ്. സോ അതും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ലിപ്സ്റ്റിക്കിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിപ് കോംബോ ആണ് ഈ മാഴ്സിൻ്റെ ഈ ഒരു ലിപ് ലൈനറും മേബിലിൻ്റെ വൈനലിങ്ക് ലിപ്സ്റ്റിക്കും. ഇത് ലിപ്പി ഷെയ്ഡ്, ലിപ് ലൈനറിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡീപ്പ് ഡോൺ. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ് കോംബോ ആണ്. ഫസ്റ്റ് ഇങ്ങനെ ഈ ബ്രൗൺ ലിപ് ലൈനർ നന്നായിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്ത് ഇന്നർ പോർഷനിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, കാരണം എൻ്റെ ലിപ്സ് നല്ല പിഗ്മെൻറ്റഡാണ്. എന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് അതിങ്ങനെ ഈ മിഡിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞു. ഈ ലിപ്സ്റ്റിക് ഓൾസോ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും ആൻഡ് ഷെയ്ഡ് ഓൾസോ നല്ല ഭംഗിയാണ്. സോ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. സോ ഇതാണ് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓഫീസ് മേക്കപ്പ് ലുക്കാണ്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.